ചേട്ടനും ചേച്ചിയും കൂടി ചേർന്നിട്ട് ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് താഴത്തെ നില ആർക്ക് വേണമെന്ന കാര്യത്തില്. സോ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുവാനായിട്ട് ഇപ്പോൾ ചേട്ടനും ചേച്ചിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. ചേച്ചിയും ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ച കാര്യമൊക്കെ ഇപ്പോൾ ചേട്ടനെയും അറിയിക്കുന്നു. അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ് വിദേശത്ത് ഡോക്ടറേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്നാണ് അവന്റെ ഡോക്ടറേറ്റ് ഒക്കെ തീരുക എന്ന കാര്യം അറിയിക്കുകയില്ല. മാത്രമല്ല, ഞാൻ എന്റെ മകനെയും അവന്റെ കൂടെയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവരാരും എന്നെ മിസ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഹ്യുനുവ് തരുന്ന പണവും കൊണ്ട് ജീവിക്കാനായിട്ടൊന്നും സാധിക്കുകയില്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് പണമൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ഡിവോഴ്സ് ചെയ്തേ മതിയാകൂ എന്നൊക്കെ ചേച്ചി പറയുമ്പോഴത്തേക്കും ചേട്ടനും അതിനുള്ള ഒരു കാരണമൊക്കെ ചോദിക്കുകയാണ്. ചേച്ചി പാതിരാത്രിയിൽ ഹസ്ബൻഡിനെ കോൾ ചെയ്തപ്പോഴത്തേക്കും ഒരു സ്ത്രീ ആയിരുന്നു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ ചേച്ചി പറയുന്നത്. ഫോൺ എടുത്ത ആ സ്ത്രീ ആകട്ടെ ഇംഗ്ലീഷിലൊക്കെ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഹസ്ബൻഡ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ അവർ ചോദിച്ച സമയത്ത് ഞാനും സുഖമായിട്ടിരിക്കുന്നു എന്ന മറുപടിയൊക്കെ ആയിരുന്നു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് പെട്ടെന്ന് ഇംഗ്ലീഷൊക്കെ കേട്ടപ്പോഴത്തേക്കും ആ രണ്ട് വാക്ക് പറയുവാൻ മാത്രമേ ചേച്ചിക്കും സാധിച്ചുള്ളൂ. ചേച്ചി ആ ഒരു കാര്യങ്ങളൊക്കെ ചേട്ടന്റെ അടുത്ത് പറയുമ്പോഴാകട്ടെ അവൻ എന്തായാലും ഒരു ബുദ്ധിമാനാണ്. അതുകൊണ്ടല്ലേ നിനക്ക് ഇംഗ്ലീഷ് അറിയുകയില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ തന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ചേട്ടനും ചോദിക്കുന്നത്. ചേച്ചിയുടെ ആ ഒരു അവസ്ഥയൊക്കെ കാണുന്ന ചേട്ടനും നീ തന്നെ ആ ബിൽഡിംഗ് എടുത്തോളാനൊക്കെ ചേച്ചിയോടും പറയുകയാണ്. ഇപ്പോൾ കടയിലേക്കൊക്കെ ആൾക്കാർ എത്തുമ്പോഴത്തേക്കും സൂചോളായിരുന്നു കടയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അവനും ഇതിനു മുമ്പ് സിഒ ആയിട്ടൊക്കെ ഒരു കടയിൽ ഇരുന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് അവരുടെ അടുത്തും പറയുന്നത്. അങ്ങനെ ഇരിക്കാണ് സൂചോളിന് ഒരു ഐഡിയ ഒക്കെ തോന്നുന്നത്. ആ നാട്ടിൽ ഒന്നും തന്നെ കിട്ടാത്ത രീതിയിലുള്ള ഒരു ഞണ്ടൊക്കെ വെളിയിൽ നിന്നും കൊണ്ടുവന്നതിന് ശേഷം ആ ഞണ്ട് ഉപയോഗിച്ചുകൊണ്ട് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചേട്ടനും. മാത്രമല്ല, അതൊക്കെ വളരെയധികം വില കുറച്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു. അവരും അറിയാവുന്ന പലരെയും കോൾ ചെയ്ത് വരുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുകയുമാണ്. അയൽവാസിയുടെ പണമല്ല വലുത്, മറിച്ച് സ്നേഹമാണെന്ന് പറയുന്ന ഒരു ബുക്കൊക്കെ ഞാൻ എഴുതുവാനായിട്ട് പോകുകയാണ്. അതിനോടനുബന്ധിച്ചാണ് ഇതുപോലത്തെ ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് വേണ്ടിയും ചെയ്തു തരുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് വേണം എനിക്കും ബുക്ക് എഴുതുവാനൊക്കെ അവനും പറയുകയാണ്. വില കൂടിയ രീതിയിലുള്ള പല സാധനങ്ങളും അവന് നൂഡിൽസിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ കടയിൽ നിറയെ വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് ഉള്ളതും. അച്ഛനും ഇപ്പോൾ തിരിച്ച് കടയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഞെട്ടിപ്പോകുന്നു. നമ്മുടെ കടയിലുള്ള നൂഡിൽസ് എല്ലാം തന്നെ തീർന്നിരിക്കുകയാണ് കേട്ടോ. ഇത്രയ്ക്ക് വലിയ ഹിറ്റാവും ഈ പരിപാടി എന്നൊന്നും ഞാൻ വിചാരിച്ചതേയില്ല. ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് 3-4 ട്രിപ്പ് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. മാത്രമല്ല, എല്ലാവരും ലഞ്ചും ഡിന്നറും എല്ലാം തന്നെ ഒറ്റയിരുപ്പിന് കഴിച്ചു തീർത്തിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നതെന്നൊക്കെ സൂചോൾ പറയുമ്പോഴാകട്ടെ അച്ഛൻ സന്തോഷിക്കുന്നതിന് പകരമായിട്ട് ദേഷ്യപ്പെടുന്നതായിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. വില കൂടിയ ഞണ്ടിന്റെ ഒപ്പം തന്നെ പല പല സാധനങ്ങളൊക്കെ നീയും ആഡ് ചെയ്തിട്ടില്ലായിരുന്നോ? അങ്ങനെ ഇരിക്കെ ഇത്രത്തോളം വിലയൊക്കെ കുറച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ സംഭവിക്കുക എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോഴാകട്ടെ ഇതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്നാണ് സൂചോളം പറയുന്നത്. അത് കേൾക്കുമ്പോൾ ആയിരുന്നു അച്ഛൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹ്യുനുവിന്റെ അച്ഛനും ഓർക്കുന്നത്. അതായത് ഒരു ട്രിപ്പൊക്കെ കഴിയുമ്പോഴത്തേക്കും വേസ്റ്റ് എല്ലാം കൂടി കൂട്ടിക്കെട്ടി ഒരു ബാഗിലാക്കി അതൊക്കെ ഉപേക്ഷിച്ചു പോകുകയില്ലേ, അതുപോലത്തെ ഒരു ചിന്തയൊക്കെയാണ് സൂചോളിനെ ഇവിടെ നിർത്തുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇവനെ ഒരുപാട് കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോകുന്നതെന്നൊക്കെ ആയിരുന്നല്ലോ അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛനും അതൊരു മുന്നറിയിപ്പായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന കാര്യം ഹ്യുനുവിന്റെ അച്ഛനും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ ഇവിടെ ശരിക്കും എന്താ പ്ലാൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വില കൂടിയ സാധനങ്ങളുടെ കൂടെ നൂഡിൽസും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ആ ഒരു വിഭവത്തിന് തന്നെ വില കൂടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ നൂഡിൽസിൽ നിന്ന് വലിയ ലാഭമൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മളും ഈ ഒരു ഡിഷൊക്കെ കൊണ്ട് ഇവിടെ വലിയധികം പണമൊക്കെ സമ്പാദിക്കുവാനായിട്ട് പോകുകയാണെന്നൊക്കെ സൂചോൾ പറയുമ്പോഴാകട്ടെ ശരിക്കും ഏറ്റവും കൂടുതൽ വില ഉണ്ടായിരുന്ന ഒരു നൂഡിൽസ് ആണ് നീയും ആ ഫുഡിന്റെ കൂടെ എടുത്തു കൊടുത്തതെന്ന കാര്യമൊക്കെ അച്ഛനും പറയുകയാണ്. അതായത് അവനും നൂഡിൽസിന് വില കുറവാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നല്ലോ നൂഡിൽസ് വാരിക്കോരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അവൻ മേടിച്ച ഞണ്ടിനേക്കാളും വിലയുണ്ടായിരുന്നു ആ നൂഡിൽസിന്. കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ടു പോയെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്തതിന് ശേഷം അവനും കടയിൽ നിന്നും സ്വയം രാജിവെച്ചൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു. നീ ഇവിടെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നിർത്ത്, നമുക്ക് തിരിച്ച് സോളിലേക്കൊക്കെ പോകാമെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവനും പുതിയ ഐഡിയ ഒക്കെ ആയിട്ടാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നിൽക്കാമെന്നതാണ് അവന്റെ തീരുമാനം. ജുൻഹോയും ഇപ്പോൾ ഡാഹനെ കോൾ ചെയ്തിരിക്കുകയാണ്. അതായത് ഡാഹി പോരുന്ന സമയത്ത് അവന്റെ പാസ്പോർട്ടൊക്കെ അടിച്ചു മാറ്റിയിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ കൊറിയയിൽ വരികയില്ല എന്നൊക്കെയാണ് നീ വിചാരിച്ചതെങ്കിൽ പോലും ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. പിന്നെ സോൽഹിയും നീ ഇപ്പോൾ ഉള്ളത് ഹ്യുനുവിന്റെ വീട്ടിലൊക്കെയാണെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൊറിയയിൽ എത്തുകയാണെങ്കിൽ ആദ്യം വരിക അവിടെ ആയിരിക്കും എന്നൊക്കെ ജുൻഹോ പറയുന്ന സമയത്താകട്ടെ ഞാനും നീ ഇവിടെ വരാതിരിക്കുവാൻ എന്ത് ചെയ്യുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ ഡാഹയും മറുപടി നൽകുന്നു. ഇത് കേൾക്കുന്ന അയാൾ പറയുന്ന സ്ഥലത്തേക്കൊക്കെ മോഷ്ടിച്ച എല്ലാ സാധനങ്ങളുമായിട്ട് എത്തുവാനായിട്ടും പറയുകയാണ്.
ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഓർക്കുന്ന ഡാഹയും നാളെ നമുക്ക് അമ്യൂസ്മെന്റ് പാർക്ക് വരെ പോകാമെന്നൊക്കെ സൂചോളുടെ അടുത്തും പറയുന്നു. അങ്ങനെ സൂചോളിനെയും കൂട്ടിക്കൊണ്ട് അവളും അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് എത്തുന്നു. അവരും ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് എൻജോയ് ചെയ്യുന്നൊക്കെയുണ്ട്. അവളും അവർ ഒന്നിച്ചുള്ള ഓരോ നിമിഷങ്ങളും ഫോട്ടോസ് ഒക്കെ എടുത്തു വെക്കുന്നു. ഇനി കോഫിയൊക്കെ മേടിച്ചുകൊണ്ട് വരാമോ എന്ന് സൂചോളിന്റെ അടുത്ത് അവൾ ചോദിക്കുന്ന സമയത്താകട്ടെ അവൾക്ക് തണുക്കാതെ ഇരിക്കുവാനായിട്ട് അവളുടെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് കൊടുക്കുകയും അവളെ ചെറിയൊരു രീതിയിലുള്ള ഷോളൊക്കെ പുതപ്പിക്കുകയും ചെയ്തതിന് ശേഷം കോഫിയൊക്കെ മേടിക്കുവാനായിട്ട് സൂചോളം പോകുകയാണ്. പക്ഷെ അവളും ആകെ വിഷമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവളും ഇപ്പോൾ മകനെയുമായിട്ട് പോകുന്നു. സൂചോൾ കോഫിയുമായിട്ട് മടങ്ങിയെത്തുമ്പോഴത്തേക്കും അവിടെ ഡാഹ ഉണ്ടായിരുന്നില്ല. അവളെ കോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഫോൺ ഓഫ് ആണെന്നും കൂടി കാണുന്ന അവനും ആകെ നിരാശപ്പെട്ട് അതിലേം ഇതിലേം എല്ലാം തന്നെ അവളുടെ പേരും വിളിച്ചുകൊണ്ടൊക്കെ ഓടുന്നു. പക്ഷേ അവൾ തന്നെ വിട്ടു പോയെന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഡാഹയും ഇപ്പോൾ അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് പോകാറായിരിക്കുന്ന സമയത്ത് ഒരു അനൗൺസ്മെന്റും അവൾ കേൾക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികളെയൊക്കെ കാണാതെ പോകുന്ന സമയത്താണ് ആ ഒരു അനൗൺസ്മെന്റ് ഒക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആകട്ടെ സൂചോൾ അന്വേഷിക്കുന്നത് സൂചോളിന്റെ വൈഫിനെയൊക്കെ ആണല്ലോ. അങ്ങനെ ഇരിക്കെ വൈഫും എത്രയും വേഗം ആ ഒരു സ്ഥലത്തേക്കൊക്കെ വരണമെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും അത് കേൾക്കുന്ന പലരും അവിടെ ഇരുന്ന് സൂചോളിനെയൊക്കെ കളിയാക്കുന്നു. അതായത് കുട്ടികളൊന്നും അല്ലല്ലോ, വലിയ ആളുകളല്ലേ അവരും. അതുകൊണ്ട് തന്നെ ഡാ ഹൈ നീ പോകരുത്, ഇനി മുതൽ ഞാൻ നന്നായിക്കോളാം, ഞാൻ നിനക്ക് വാക്ക് നൽകാം, നീ തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കുന്ന സൂചോളുടെ വാക്കുകളൊക്കെ കേൾക്കുന്ന അവരാകട്ടെ അവനെ അവന്റെ വൈഫ് ഉപേക്ഷിച്ചിട്ട് പോയെന്നൊക്കെയാണ് തോന്നുന്നത്. അവൻ വളരെ പൊട്ടനാണെന്നൊക്കെ തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അവന്റെ വൈഫ് അവനെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവർ പറയുന്നതും ഇപ്പോൾ ഡാഹി കേൾക്കുകയാണ്. എന്റെ ഹസ്ബൻഡ് ഒരു പൊട്ടനൊന്നും അല്ല, അവൻ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡാഹയും ഇപ്പോൾ അവന്റെ അടുത്തേക്കൊക്കെ ഓടിയെത്തുകയാണ്. ഡഹനെ കാണുമ്പോൾ അവനും ഒരുപാട് സന്തോഷമാകുന്നു. പിറ്റേ ദിവസം രാവിലെ ആക്കുമ്പോഴത്തേക്കും ഹെയിനും ഓരോരോ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഹ്യുനുവിന്റെ ഒപ്പം ഒന്നിച്ച് ഈ ഒരു സ്ഥലങ്ങളിലൂടെ എല്ലാം തന്നെ വന്നത് അവളും ഓർക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു അവളും മരിച്ചുപോയ അവളുടെ ചേട്ടനെയൊക്കെ വഴിയിലൂടെയും കാണുന്നത്. അവനും ഇപ്പോൾ ആകട്ടെ അവൾക്കൊരു ബൈയൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നു. ഓപ്പറേഷനൊക്കെ നടക്കുന്നതിന്റെ തലേദിവസമാകട്ടെ ഇന്നും കൂടിയേ ഈ ഒരു ഓർമ്മകളൊക്കെ എന്റെ ഒപ്പം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിനക്ക് എന്നോട് പറയുവാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ പറഞ്ഞോ. നാളെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നതായിരിക്കും എന്നൊക്കെ ഹെയ്നും പറയുകയാണ്. ഏത് രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിനക്ക് കേൾക്കേണ്ടതെന്ന് ഹിനു ചോദിക്കുമ്പോഴാകട്ടെ നിനക്ക് ഏതെങ്കിലും സമയത്ത് ഒരുപാട് വേദനിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സമയത്ത് എന്നോട് കുറ്റമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തെ ഓർമ്മകളാണ് തനിക്കിപ്പോൾ കേൾക്കേണ്ടതെന്നായിരുന്നു അവളും പറയുന്നത്. ഹ്യുനുവും ആദ്യം ഒന്നും തന്നെ പറയുവാനായിട്ട് തയ്യാറാകുന്നില്ല എങ്കിൽ പോലും ഹെയ്നും ഒരുപാട് നിർബന്ധിച്ച് കഴിയുമ്പോഴത്തേക്കും അവനും ഓരോരോ കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് തുടങ്ങുന്നു. നിന്റെ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടൊക്കെയിരിക്കും, അതൊരു കുറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആനിവേഴ്സറിക്ക് എല്ലാ കാലത്തും ഓർത്തിരിക്കുവാനായിട്ട് നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടാക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചപ്പോൾ നീ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. അതേസമയം ഞാൻ ഒന്നും ചെയ്യാതിരുന്ന സമയത്തും നീ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നീ ശരിക്കും ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്നോ നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്നോ എനിക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഹ്യുനുവോ പറയുമ്പോഴത്തേക്കും ഹെയ്നും ആകെ ദേഷ്യപ്പെടുകയാണ്. ഹെയ്ൻ ദേഷ്യപ്പെടുന്ന കാര്യമൊക്കെ ഹ്യുനുവോ പറയുമ്പോഴത്തേക്കും അവളും ദേഷ്യപ്പെടുകയല്ല, ഞാൻ മര്യാദയ്ക്ക് നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് വീണ്ടും തർക്കിക്കുന്നു. ഈ ഒരു സമയത്താകട്ടെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്നായിരുന്നു ഹിനുവും പറയുന്നത്. മനസ്സിൽ തോന്നുന്ന ഏതൊരു കാര്യവും ഇപ്പോൾ പറഞ്ഞോളാനൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് അവനും അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഹെയ്നും സർജറി ഒക്കെ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചല്ലോ. ആ ഒരു കാര്യത്തിൽ ഹിനുവിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നീ സ്വയം വേദനിപ്പിക്കാനൊന്നും ശ്രമിക്കരുത്. എപ്പോഴും എന്റെ ഒപ്പം തന്നെ നീയും ഉണ്ടായിരിക്കണമെന്നൊക്കെ അവനും അവളോട് പറയുകയാണ്. നമുക്ക് പല പല ട്രിപ്സ് ഇനി പോകാം, ഒരുമിച്ച് നടക്കാം, ഒന്നിച്ച് വഴക്കുണ്ടാക്കുകയും പിന്നീട് വഴക്കൊക്കെ മാറ്റുകയും ചെയ്യാം. നമുക്ക് സാധാരണ രീതിയിൽ ആളുകൾ ചെയ്യുന്ന പല പല കാര്യങ്ങളും ചെയ്തിട്ട് മുന്നോട്ടും ഒരുപാട് വർഷങ്ങളൊക്കെ ജീവിക്കാമെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ന് തന്നെ ഞാനിതൊക്കെ മറന്നു പോകുമല്ലോ എന്നാണ് അവളും പറയുന്നത്. നീ മറന്നു പോയാലും കുഴപ്പമില്ല, നാളെയും ഞാനിതൊക്കെ പറയാം, എല്ലാ ദിവസവും ഞാൻ ഇതെല്ലാം തന്നെ പറയാമെന്നൊക്കെ അവനും പറയുന്നു. ഹെയ്നും ഇപ്പോൾ അവൻ ഒരു ബുക്കൊക്കെ നൽകുകയാണ്. അതായത് തന്നെ കൊണ്ട് ഓർത്തെടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള പല പല കാര്യങ്ങളും അവൾ ആ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് താൻ ജീവിച്ചതെന്ന കാര്യമൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഈ ബുക്ക് തന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഹ്യുനുവിന്റെ അടുത്തും ഹെയ്ൻ പറയുന്നത്. പക്ഷെ ഇങ്ങനൊരു ബുക്ക് എഴുതിയ കാര്യം പോലും ഒരു പക്ഷെ അവൾ ഓർത്തിരുന്നു എന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്കും അവനെ തന്നെ അവൾ ഏൽപ്പിക്കുന്നു. മാത്രമല്ല അവനോട് ആ ബുക്ക് തുറന്നു നോക്കരുതെന്നും അതില് ഒരു മാറ്റം പോലും വരുത്തുവാനായിട്ട് പാടില്ല എന്നും പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ സർജറി ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും നീ എനിക്ക് വായിച്ച് കേൾപ്പിക്കണം. അങ്ങനെ അതൊക്കെ കേട്ട് വേണം
ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കുവാൻ എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും അതെല്ലാം തന്നെ സമ്മതിച്ചു കൊടുക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസം അവർ ഒന്നിച്ചു കിടന്നുറങ്ങുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.